Meet the editors. മുതിർന്ന ബി.ജെ.പി. നേതാവ് എൽ.കെ. അദ്വാനിക്ക് ഭാരതരത്ന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സമൂഹ മാധ്യമത്തിലൂടെ ഇക്കാര്യം പങ്കുവച്ചത്. ഇന്ത്യയുടെ വികസനത്തിന് നിരവധി സംഭാവനകൾ നൽകിയ രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് അദ്വാനി എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭാരതരത്ന ഏറെ വിനയപൂർവ്വം സ്വീകരിക്കുന്നുവെന്ന് എൽ.കെ. അദ്വാനി സ്വാഗതം ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ്. എൽ.കെ. അദ്വാനിക്ക് പുഷ്പങ്ങൾ സമ്മാനിച്ച് സന്തോഷം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ സഹിതമാണ് ഭാരതരത്ന പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ വികസനത്തിന് നിരവധി സംഭാവനകൾ നൽകിയ രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് എൽ.കെ. അദ്വാനി എന്ന് പ്രധാനമന്ത്രി. താഴെക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച് രാജ്യത്തിന്റെ ഉപപ്രധാനമന്ത്രി പദത്തിൽ വരെ എത്തിയ ജീവിതമാണ് അദ്വാനിയുടേത്. പാർലമെന്ററി ജീവിതത്തിൽ അദ്വാനിയുടെ ഇടപെടലുകൾ മാതൃകാപരവും ഉൾക്കാഴ്ചകൾ നിറഞ്ഞതാണെന്നും മോദി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു. ഭാരതരത്ന നൽകിയതിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എൽ.കെ. അദ്വാനി നന്ദി അറിയിച്ചു. ദീൻദയാൽ ഉപാധ്യായയും വാജ്പേയിയും സ്മരിക്കുന്നു എന്നും അദ്വാനി വ്യക്തമാക്കി. പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു. എൽ.കെ. അദ്വാനിയെ അഭിനന്ദിക്കുന്നതായി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പിന്നാലെയാണ് അദ്വാനിക്ക് ഭാരതരത്ന പ്രഖ്യാപിച്ചത്. റിപ്പോർട്ടർ, ദില്ലി. അദ്വാനി അംഗീകരിച്ചോ എന്നാണ് ചോദ്യം. നികേഷ് കുമാർ നോക്കൂ, അതിനകത്ത് രണ്ടുത്തരം ഉണ്ട് യഥാർത്ഥത്തിൽ. ഒന്ന്, എൽ.കെ. അദ്വാനി എന്ന് പറയുന്ന ഒരു നേതാവിനെ, നരേന്ദ്രമോദിയുടെ നേതാവാണ് എൽ.കെ. അദ്വാനി. ആ നേതാവിനെ നിഷ്കരുണം തള്ളിക്കളഞ്ഞ ആളാണ് നരേന്ദ്രമോദി. കാരണം എൽ.കെ. അദ്വാനി ആയിരുന്നു ഒരു ഘട്ടത്തിൽ 2002 ഗുജറാത്ത് കലാപത്തെ തുടർന്ന് അടൽ ബിഹാരി വാജ്പേയി രാജ്ധർമ്മം പാലിക്കണം എന്ന് നരേന്ദ്രമോദിയോട് പൊതുവേദിയിൽ ആവശ്യപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല, ഗോവയിൽ നടന്ന എക്സിക്യൂട്ടീവിൽ നരേന്ദ്രമോദിയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള തീരുമാനമുണ്ടാവുകയും അവസാന ഘട്ടത്തിൽ എൽ.കെ. അദ്വാനിയാണ് രക്ഷകനായി വരുന്നത്. അങ്ങനെയാണ് ആർക്ക്, നരേന്ദ്രമോദിക്ക് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി തുടരാൻ സാധിച്ചത്. വാജ്പേയിയുടെ അതൃപ്തി ഉണ്ടായിട്ടും, വാജ്പേയിയുടെ അതൃപ്തി മാത്രമല്ല, ബി.ജെ.പിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് തീരുമാനമെടുക്കുന്നു നരേന്ദ്രമോദിയെ ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ വേണ്ടി. പക്ഷേ എൽ.കെ. അദ്വാനി അവിടെ ഒരു പ്രത്യക്ഷപ്പെടുകയും നരേന്ദ്രമോദിയെ അധികാരത്തിൽ തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ നിലയിൽ എൽ.കെ. അദ്വാനിയോടാണ് എല്ലാ കടപ്പാടും നരേന്ദ്രമോദിക്ക് വേണ്ടത്. പക്ഷേ 2004 പരാജയം, 2009 പരാജയം, എൽ.കെ. അദ്വാനിയുടെ 2 വമ്പൻ പരാജയങ്ങളാണത്. ആ 2 വമ്പൻ പരാജയങ്ങൾക്ക് ശേഷം സ്വാഭാവികമായും നരേന്ദ്രമോദി അവിടെ ഒരു സാധ്യത കാണുന്നു. അങ്ങനെ 2009 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയുള്ള ചരടുവലികൾ നടത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൽ.കെ. അദ്വാനിയെ മൂലക്കിരുത്തുക എന്നുള്ള നിലയിലേക്ക് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെയും നരേന്ദ്രമോദി ചെയ്യുന്നു. 2014 ശേഷം പിന്നീട് എൽ.കെ. അദ്വാനിയെ വേണമെങ്കിൽ രാഷ്ട്രപതിയാക്കാമായിരുന്നു. ഒരു രണ്ടാം ഇന്ത്യയിൽ പൊളിറ്റിക്കൽ പവറിൻ്റെ കാര്യത്തിനകത്ത് നമുക്ക് പവർ സ്ട്രക്ചറിൽ 1-ാം സ്ഥാനമാണെങ്കിൽ തന്നെയും ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു അധികാര സ്ഥാനം എന്നുള്ള നിലയിൽ രാഷ്ട്രപതി സ്ഥാനം നൽകാൻ, അതുപോലും നൽകാതെ എൽ.കെ. അദ്വാനിയെ മൂലക്കിരുത്താൻ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്ക് സാധിച്ചു. അപ്പോൾ നരേന്ദ്രമോദി അദ്വാനിയെ അംഗീകരിച്ചോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ ആ അർത്ഥത്തിൽ പ്രായോഗിക തലത്തിൽ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അതിനേക്കാൾ പ്രതീകാത്മകമായ ഭാരതരത്നം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഭാരതരത്നം യഥാർത്ഥത്തിൽ എൽ.കെ. അദ്വാനിക്ക് ബി.ജെ.പിയുടെ നരേന്ദ്രമോദി സർക്കാർ നൽകേണ്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു ഹിന്ദുത്വ ഭരണകൂടത്തിൻ്റെ സ്ഥാപകൻ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫാദർ ഓഫ് ദ നേഷൻ എന്നുള്ള നിലയിലോ യഥാർത്ഥത്തിൽ എൽ.കെ. അദ്വാനിയെ തന്നെയാണ് അംഗീകരിക്കേണ്ടത്. ചരിത്രം അങ്ങനെ തന്നെയാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ എൽ.കെ. അദ്വാനി 1990കളിൽ നടത്തിയിട്ടുള്ള രക്തയാത്രയായിരുന്നു അല്ലേ. ഈ രാജ്യത്തെ 2ആയി കീറിമുറിച്ചുകൊണ്ടാണ് എൽ.കെ. അദ്വാനി മുന്നോട്ട് പോയിട്ടുള്ളത്. എൽ.കെ. അദ്വാനി ആ നിലയിൽ ഇപ്പോൾ 1984 ജനസംഘത്തിൻ്റെ പുതിയ രൂപമായ ബി.ജെ.പിക്ക് കിട്ടിയിട്ടുള്ളത് ആകെ 2 സീറ്റാണ്. പിന്നീട് ഇതിൽ നിന്ന് തിരിച്ചറിവ് വന്നിട്ടുള്ള എൽ.കെ. അദ്വാനിയുടെ രാഷ്ട്രീയം ബി.ജെ.പിയിൽ പിടിമുറുക്കിയതോടുകൂടി രാമക്ഷേത്ര നിർമ്മാണം എന്ന അജണ്ട അവർ മുന്നോട്ട് വെക്കുകയും
അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് 86 സീറ്റുകളാണ് 86 56 സീറ്റുകളാണ് ബി ജെ പിക്ക് ലഭിച്ചിട്ടുള്ളത്. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും പിന്നെയും കൂട്ടിച്ചേർക്കാൻ പറ്റിയതല്ല. യഥാർത്ഥത്തിൽ രാജീവ് ഗാന്ധി സ്ഫോടനത്തിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ ബി ജെ പി ആയിരുന്നു അധികാരത്തിൽ വരേണ്ടിയിരുന്നത് 1991 അല്ലേ, 1991. പക്ഷേ രാജീവ് ഗാന്ധി സ്ഫോടനത്തിൽ മരിച്ചിട്ട് പോലും ഏതാണ്ട് 30 സീറ്റുകളോളം പല ഘട്ടങ്ങളും കഴിഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 2 ഘട്ടങ്ങൾ കഴിഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ 2 ഘട്ടങ്ങൾ കഴിഞ്ഞതുകൊണ്ടാണ് ബി ജെ പിക്ക് അധികാരത്തിൽ അല്ലെന്ന് വെച്ചാൽ കോൺഗ്രസിന് 244 എന്ന സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. അല്ലെങ്കിൽ കോൺഗ്രസ് കേവല ഭൂരിപക്ഷം കടന്നേനെ. കാരണം ആദ്യഘട്ടത്തിൽ വന്നതിന് ബി ജെ പിക്ക് മുൻതൂക്കമുണ്ടായി, രണ്ടാം ഘട്ടത്തിൽ രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം കോൺഗ്രസിന് മുൻതൂക്കമുണ്ടായി. അങ്ങനെ 244 മൈനോറിറ്റി ഗവൺമെൻറ് ആണല്ലോ പി വി നരസിംഹറാവു ഉന്നയിക്കുന്നത്. നോക്കൂ, ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിലയിൽ രക്തപ്പുഴ ഒഴുക്കി ഇന്നത്തെ ഹിന്ദുരാഷ്ട്ര എന്ന സങ്കല്പത്തിൻ്റെ ഫാദറായി അല്ലെങ്കിൽ പിതാവായി മാറിയിട്ടുള്ള എൽ കെ അദ്വാനിയെ ഈ നിലയിൽ ഭാരതരത്നം കൊടുത്ത് ആദരിക്കുക എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആവശ്യമാണ്. അത് ചെയ്യുന്നത്. പക്ഷേ നരേന്ദ്രമോദി എന്ന ഒരു ഭരണകർത്താവ് തൻ്റെ ഗുരുനാഥനെ ചതിക്കുകയോ അല്ലെങ്കിൽ തൻ്റെ ഗുരുനാഥനെ ഒരു 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 പുഴുവിനെ പോലെ തള്ളിക്കളയുകയും ചെയ്തിട്ടുള്ളത് നമ്മൾ വേറൊരു അർത്ഥത്തിൽ കാണാം. അതുകൊണ്ട് ഈ അദ്വാനിയെ അംഗീകരിച്ചോ എന്നുള്ള ചോദ്യമാണെങ്കിൽ വ്യക്തിപരമായി അംഗീകരിക്കുകയോ അദ്ദേഹത്തിൻ്റെ സർവീസ് അനുസരിച്ചുള്ള പദവികൾ നൽകുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഈ പറയുന്ന ഹിന്ദുത്വ രാജ്യത്തിൻ്റെ ഒരു തലവൻ എന്നുള്ള നിലയിൽ അംഗീകരിച്ചു എന്ന് പ്രതീകാത്മകമായി നമുക്ക് പറയാം. അദ്വാനി അംഗീകരിച്ചു എന്ന് തന്നെയാണ് എൻ്റെയും നിലപാട്. പക്ഷേ അദ്വാനി അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഭാരതരത്നയെ എങ്ങനെയാണ് രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ഉദാഹരണം കൂടിയാണ്. ഞാനിത് പറയാനുള്ള കാരണം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാർ 7 പേർക്കാണ് ഭാരതരത്ന പുരസ്കാരങ്ങൾ നൽകിയിരിക്കുന്നത്. ആ 7 പുരസ്കാരങ്ങളിൽ ഒടുവിലെത്തതാണ് എൽ കെ അദ്വാനിയുടേത്. എന്തുകൊണ്ടാണ് എൽ കെ അദ്വാനിക്ക് ഇപ്പോൾ ഭാരതരത്ന നൽകാൻ തീരുമാനിച്ചത്? ഇതിന് തൊട്ട് മുമ്പ് കർപ്പൂരി താക്കൂറിനാണ് ഭാരതരത്ന കൊടുക്കാൻ തീരുമാനിച്ചത്. ഇത് രണ്ടും തമ്മിലുള്ളൊരു ബന്ധം, ഒന്ന് ഹിന്ദു മുന്നണി ഉയർത്തിക്കൊണ്ടുവരുന്ന കാസ്റ്റ് സെൻസസുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ രാഷ്ട്രീയമായി അപ്രസക്തമാക്കണമെങ്കിൽ കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന കൊടുക്കണം. അങ്ങനെ സാമൂഹിക നീതി എന്ന് പറയുന്ന ഒരു ആശയത്തെ ഹൈജാക്ക് ചെയ്യാൻ, അതിനെ മറികടക്കാൻ കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന കൊടുത്തു. ഒരിക്കലും കർപ്പൂരി താക്കൂറിൻ്റെ ഫോർമുല അംഗീകരിച്ചൊരു പാർട്ടി ആയിരുന്നില്ല ബി ജെ പി എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കണം. അപ്പോൾ പിന്നെ എൽ കെ അദ്വാനിക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? രാമക്ഷേത്രമാണ് വരുന്ന തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട അജണ്ട. രാമക്ഷേത്രം പ്രധാനപ്പെട്ട എജണ്ടയായി മാറണമെങ്കിൽ എൽ കെ അദ്വാനി എന്ന രാമക്ഷേത്രത്തിൻ്റെ യാത്രയ്ക്ക് തുടക്കമിട്ട രാംജന്മഭൂമി മൂവ്മെൻറ്റിന് തുടക്കമിട്ടയാളെ അംഗീകരിക്കാതെ നിങ്ങൾക്ക് രാമക്ഷേത്രം എന്ന് പറയുന്നൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് പൂർണ്ണമാവില്ല. അപ്പോൾ ഒരു ഭാഗത്ത് എൽ കെ അദ്വാനി നരേന്ദ്രമോദി ഗ്യാപ്പുണ്ട് എന്നൊരു പ്രതീതി നമ്മൾക്കെല്ലാം ഇടയിലുണ്ട്. ഹിന്ദി ബെൽറ്റിലുണ്ട്, ബി ജെ പി ഫോളോവേഴ്സിന് തന്നെയുണ്ട്. പക്ഷേ ഇപ്പോൾ വ്യക്തമാണ്, നരേറ്റീവ് വളരെ ക്ലിയറാണ്. ഇതാ പ്രഖ്യാപനം യാഥാർത്ഥ്യമായിരിക്കുന്നു, രാമക്ഷേത്രം വന്നിരിക്കുന്നു. രാമക്ഷേത്രത്തിന് തുടക്കം കുറിച്ച്, രാംജന്മഭൂമി മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ച് എൽ കെ അദ്വാനിക്ക് ഭാരതരത്ന നൽകിയിരിക്കുന്നു. എൽ കെ അദ്വാനി ജനിച്ചത് ഇന്ത്യയിലല്ല. എൽ കെ അദ്വാനി ജനിച്ചത് കറാച്ചിയിലാണ്. ഇപ്പോൾ സിന്ധിൻ്റെ ഭാഗമാണ്. പാകിസ്ഥാനിൽ ജനിച്ച 2 പേർക്ക് മാത്രമേ നമ്മൾ ഭാരതരത്ന കൊടുത്തിട്ടുള്ളൂ. അതിലൊന്ന് എൽ കെ അദ്വാനിയാണ്, മറ്റൊന്ന് അതിന് മുമ്പ് ഒരുപക്ഷെ ഉണ്ടായിരുന്നത് അതിർത്തി ഗാന്ധി, ഖാൻ അബ്ദുൽ ഗഫൂർ ഖാനാണ്. പക്ഷേ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ബാക്കിയുള്ള 5 പേരെ കൂടി അറിയണം. കർപ്പൂരി താക്കൂറും എൽ കെ അദ്വാനിയും കൂടാതെ വാജ്പേയിക്കാണ് ഭാരതരത്ന കൊടുത്തത്. മറ്റൊന്ന് പ്രണവ് കുമാർ മുഖർജിക്കാണ്. വാജ്പേയി പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായിരുന്നു. പ്രണവ് കുമാർ മുഖർജിക്ക് എപ്പോഴാണ് ഭാരതരത്ന കൊടുക്കാൻ തീരുമാനിക്കുന്നത്? അതിലും ഒരു രാഷ്ട്രീയ കൗശലം. RSSന്റെ നാഗ്പൂരിലുള്ള വാർഷിക സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ പോകുന്ന ഘട്ടത്തിൽ മാത്രമല്ല, ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെതിരായി കോൺഗ്രസിൽ നിന്നു തന്നെ ഒരു പോരാളിയുണ്ട് എന്ന് ബി ജെ പി ഉയർത്തിക്കാട്ടിയാളാണ് പ്രണവ് കുമാർ മുഖർജി. അന്ന് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ നരേന്ദ്രമോദിയുടെ ഒപ്പമാണെന്ന് പ്രണവ് മുഖർജി പറഞ്ഞിട്ടുണ്ട്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി. അതെ, അവിടെയാണ് എത്ര കൗശലമായി കർപ്പൂരി താക്കൂറിനെ ഭാരതരത്ന വഴി അംഗീകരിക്കുന്നത് വഴി എങ്ങനെ അപ്രോപ്രിയേറ്റ് ചെയ്തു, എങ്ങനെയാണ് സർദാർ പട്ടേലിനെ ബി ജെ പി അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്, അതേപോലെയാണ് പ്രണബ് മുഖർജിയും രാഷ്ട്രീയമായി ഉപയോഗിച്ചത്. മറ്റൊന്ന് ഭൂപേഷ് ഹസാരിക. ആരാണ്? അസാമിലെ ഭൂപൻ ഹസാരിക. ഭൂപൻ ഹസാരിക എവിടെയാണ്? അസാമിലാണ്. ലിറിസിസ്റ്റാണ്, സിംഗറാണ്. നോർത്ത് ഈസ്റ്റ് കീഴടക്കാൻ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ടൂളായിരുന്നു സാംസ്കാരികമായ മണ്ഡലത്തിൽ. അപ്പോൾ ഇങ്ങനെ വളരെ പിന്നുള്ളത് സി ഡി ദേശ്മുഖാണ്. സി ഡി ദേശ്മുഖ് ജനസംഘിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിച്ച നേതാക്കളിൽ ഒരാളാണ്. അപ്പോൾ ഈ 6 ഭാരതരത്ന കിട്ടിയ എൽ കെ അദ്വാനി അടക്കം 7 പേരുടെ ഭാരതരത്നയുടെ രാഷ്ട്രീയ ചരിത്രം നോക്കുമ്പോഴും അതിലെ രാഷ്ട്രീയ കൗശലം വളരെ വിസിബിളാണ്, വളരെ തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ഈ അംഗീകാരം
നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിനുള്ളൊരു അംഗീകാരത്തിന്റെ തുടർച്ചയെന്ന നിലയിൽ കൂടി ഞാൻ ഇതിനെ കാണുന്നു. അപ്പോൾ അദ്വാനി അംഗീകരിച്ചു എന്ന ചോദ്യത്തിന് അദ്വാനി അംഗീകരിച്ചു. മാർഗദർശി മണ്ഡൽ അല്ലേ, മാർഗദർശി മണ്ഡലാണ് ഉണ്ടാക്കിയിട്ട് അവിടെ എത്തി. അല്ലെ, അവിടെ ഇരുത്തിയത്. അതെ, അതെ, അതെ. അവിടെ നിന്നാണ് ഇപ്പോൾ ഭാരതരത്നയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി. മാർഗദർശി മണ്ഡലിൽ നിന്ന് ഭാരതരത്നയിലേക്ക്, രാമക്ഷേത്രത്തിനോടൊപ്പം ജന്മഭൂമി മൂവ്മെന്റ് തുടക്കക്കാരന് ഭാരതരത്ന. ഈ ഭാരതരത്ന കൊടുക്കുമായിരിക്കും, പക്ഷെ മാർഗദർശി മണ്ഡലം കൂടിയിട്ടില്ല കേട്ടോ ഇതുവരെ. അതെ, അത് റിട്ടയർമെന്റ് പോസ്റ്റ് അല്ലേ? അല്ല, അത് ആ മണ്ഡലിലേക്കല്ലേ യെദ്യൂരപ്പ ഇപ്പൊ എടുത്തിരിക്കുന്നത്? ഇല്ലില്ല, ഇല്ല, എടുത്തിട്ടില്ലേ? അല്ല, പാർലമെന്ററി പാർട്ടിയില്ല, പാർലമെന്റ് ബോർഡ്. പാർലമെന്ററി ബോർഡ്. സ്മൃതി, എനിക്ക് അദ്വാനിക്ക് ഈ ഭാരതരത്ന കൊടുത്തതിൽ അത്ഭുതം തോന്നേണ്ട കാര്യമില്ല. ഇന്ത്യയെ ഈ രൂപത്തിലെ ഇന്ത്യ ആക്കിയതിൽ, BJPയെ ഈ രൂപത്തിൽ വളർത്തിയതിൽ തുടക്കം കുറിച്ച ആളാണ് LK അദ്വാനി. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചല്ലോ. 80-ൽ വാജ്പേയി അധ്യക്ഷനായ BJP രൂപീകരിക്കുമ്പോൾ രണ്ടാമനായിരുന്നു അദ്വാനി. അന്ന് തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ മാത്രം നിൽക്കുന്നു 84-ൽ. പിന്നെ ഒരു പ്രതീക്ഷയുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് BJPയെ കരകയറ്റിയത് രഥയാത്രയുമായി ഇറങ്ങിയ അദ്വാനിയാണ്. ആ രഥയാത്രയിൽ എത്രത്തോളം രക്തം ചിന്തി എന്നറിയാം. അതിനുശേഷം പലയിടങ്ങളിലായി വിഭാഗീയതയും വർഗീയ കലാപങ്ങളും ഉണ്ടായി. ഒരുപാട് ആളുകൾ മരിച്ചു. എല്ലാ കലാപത്തിൻ്റെയും പ്രയോജനം BJPക്ക് ലഭിക്കുന്നു. പിന്നീട് അവരുടെ സീറ്റുകൾ പടിപടിയായി വർദ്ധിക്കുന്നു. ഒടുവിൽ 1.5 പതിറ്റാണ്ടിന് ശേഷം അധികാരത്തിലെത്തുന്നു. സുപ്രീം കോടതിക്ക് കൊടുത്ത വാക്ക് മറികടന്ന് ബാബറി പള്ളി പൊളിക്കുമ്പോൾ അതിന് ആവേശം പകരാൻ അദ്വാനി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്വാനി പ്രധാനി തന്നെയാണെന്നുള്ള ഒരു സംശയമില്ല. അതിൽ ഒരു ഘട്ടത്തിൽ ഈ പറഞ്ഞ മാതിരി മോദി അദ്വാനി ആരാ എന്നുള്ള മത്സരത്തിൽ അദ്വാനിയെ വെട്ടിക്കൊണ്ട് മോദി വന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഭാരതരത്ന കൊടുക്കുന്നുണ്ടൊരു കുഴപ്പമില്ലല്ലോ. ഇനി സജീവ രാഷ്ട്രീയത്തിലേക്കൊന്നും വരാൻ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ കാലത്തിൽ 90 വയസ്സ് കഴിഞ്ഞില്ലേ അല്ലേ? അപ്പോൾ അദ്ദേഹം ഒരു എതിരാളിയല്ലല്ലോ. ഇനി ഭാരതരത്ന കൊടുക്കാം. അപ്പോൾ എന്താണ് രാജ്യത്തിനുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവന? ഈ രൂപത്തിൽ ഇന്ത്യയെ കാവ്യവൽക്കരിക്കുന്നതിൽ, ഇവിടുത്തെ മതേതര ഘടന ആഭ്യന്തരമായി തകർക്കുന്നതിൽ, ഹിന്ദുത്വവാദത്തിന് മേൽക്കൈ ഉണ്ടാക്കുന്നതിൽ സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന. ആ സംഭാവനയ്ക്കാണ് ഇപ്പോൾ ഭാരതരത്ന കൊടുത്തിരിക്കുന്നത്. ഈ ഭാരതരത്ന നേരത്തെ കർപ്പൂരി ഠാക്കൂറിന് കൊടുത്തുള്ള വൈരുദ്ധ്യങ്ങളാണ് അല്ലേ BJPയുടെ ഒരു ഭാഗത്തുനിന്നുണ്ടാകുന്ന പലപ്പോഴും വൈരുദ്ധ്യപരമായ സമീപനങ്ങൾ. പൊളിറ്റിക്കൽ ടൂളാണ്. അല്ല, ഞാൻ പറഞ്ഞത് കർപ്പൂരി ഠാക്കൂർ ആദ്യം എന്തായിരുന്നു, കർപ്പൂരി ഠാക്കൂറിനോട് എന്തായിരുന്നു ആദ്യത്തെ സമീപനം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. 26% പിന്നാക്ക സംവരണം നടപ്പാക്കിയ നേതാവാണ്. ഈ അന്ന് ഭരിച്ച ജനതാ പാർട്ടിയിൽ നിന്ന് പ്രതിഷേധവുമായി ഇറങ്ങിയത് ജനസംഘമാണ് അല്ലേ? മാത്രമല്ല ഈ മണ്ഡൽ കമണ്ഡൽ, ഈ സംഘർഷം ആ രൂപത്തിലേക്കൊക്കെ മാറി. ഈ മണ്ഡൽ പ്രക്ഷോഭത്തിന്റെ തുടക്കം തന്നെ ഈ കർപ്പൂരി ഠാക്കൂറിന്റെ ഈ ആശയമാണല്ലോ. അപ്പോൾ കർപ്പൂരി ഠാക്കൂർ ഉളുപ്പില്ലാതെ കയറി ചെല്ലാനുള്ള ഒരു വഴി മാത്രമാണ്. കള്ളുഷാപ്പ് പോകുമ്പോൾ നമ്മൾ തോർത്ത് ചുറ്റി പോകുമല്ലോ. പക്ഷേ കർപ്പൂരി ഠാക്കൂർ നിങ്ങൾക്ക് ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോഴൊക്കെ വളരെ വിദഗ്ധമായി തന്നെ അതിനെ അവർക്ക് ആവരണം ചെയ്ത് പൊതിഞ്ഞുകൊണ്ടൊക്കെ സംസാരിക്കാൻ സാധിക്കുമെന്നുള്ളിടത്താണ്. അപ്പോൾ അദ്വാനിയെ ഈ രാജ്യത്തെ ഈ രൂപത്തിലാക്കിയതിൽ, BJPയെ ഈ രൂപത്തിൽ വളർത്തിയതിനുള്ള അംഗീകാരമാണ്. ഇതിലിപ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നുണ്ട്. ആരൊക്കെയാണ് അഭിനന്ദിച്ചത്? കോൺഗ്രസ് ഖാർഗെ അഭിനന്ദിക്കുന്നു, കേജ്രിവാൾ അഭിനന്ദിക്കുന്നു. എന്ത് സംഭാവനയ്ക്കാണ് അവർ അഭിനന്ദിക്കുന്നത്? ചോദ്യമാണ്. നോക്കൂ, ഇപ്പം സ്മൃതി പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തുനിന്ന് ഞാൻ ആരംഭിക്കാം. LK അദ്വാനി റെപ്രസെൻ്റ് ചെയ്യുന്ന രാഷ്ട്രീയത്തോട് വിയോജിക്കുമ്പോഴും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ ഇന്ന് ശക്തമായ നിലയിലെത്തിക്കുന്നതിൽ അടിത്തറ പാകിയ ആളാണ് ലാൽ കൃഷ്ണ അദ്വാനി. അക്കാര്യത്തിലൊരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ ആശയത്തെ എതിർക്കുമ്പോൾ തന്നെ ഇപ്പോൾ നോക്കൂ, 1980 ഈ പ്രസ്ഥാനം രൂപപ്പെടുമ്പോൾ വാജ്പേയിയും അദ്വാനിയുമാണ് അതിൻ്റെ ഫേസസ് എന്ന് പറയുന്നത്. അതിൻ്റെ മുഖ്യമായ ഫേസ് വാജ്പേയി തന്നെയാണ്. വാജ്പേയിയാണ് സീനിയറും അദ്വാനിയേക്കാൾ. പക്ഷേ ആ പ്രസ്ഥാനത്തെ 92-ലെ ഈ പറയുന്ന ബാബറി മോസ്ക് ഡിമോളിഷൻ്റെ ആ ഘട്ടത്തിലൂടെ വളർത്തിയെടുത്ത് ഈ പറയുന്ന രാജ്യം മുഴുവൻ രഥയാത്ര നടത്തി ഇതിനൊരു അടിത്തറയുണ്ടാക്കി ഇതിനൊരു വലിയ സംഘടനയാക്കി മാറ്റുന്നതിൽ അദ്വാനി വഹിച്ച പങ്ക് വലിയ പങ്കാണ്. പക്ഷേ അതിൻ്റെ ഗുണഭോക്താവായിരുന്നു വാജ്പേയി എന്ന് പറയാം. ഇപ്പോൾ ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് ഇതൊരു കറുത്ത ദിനമാണെന്ന് പറഞ്ഞ ആളാണ് കേട്ടോ വാജ്പേയി. പക്ഷേ വാജ്പേയി പ്രധാനമന്ത്രിയാവുകയും അദ്വാനി ആഭ്യന്തരമന്ത്രിയുമാവുകയാണ് ചെയ്തത്. ഒരു സെക്കൻഡ് മാൻ ഇൻ ക്യാബിനറ്റ് എന്ന് പറയാം. പക്ഷേ അപ്പോഴും വാജ്പേയിയേക്കാളും പവർഫുൾ ആയിരുന്നു അദ്വാനി. ഞാൻ ആ ഘട്ടത്തിലുണ്ട് അവിടെ. ഇപ്പോൾ 2000 ഈ പറയുന്ന ഗുജറാത്തിലായിട്ട് നടക്കുന്ന സമയത്ത് ക്യാബിനറ്റ് കൂടുമ്പോൾ വാജ്പേയി ആവശ്യപ്പെടുന്നത് മോഡി രാജിവെക്കണം എന്നാണ്. ഇത് ഗുജറാത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ അപമാനകരമായൊരു സംഭവമാണെന്നും അതുകൊണ്ട് നിർബന്ധമായും നരേന്ദ്രമോദിയെ മാറ്റണമെന്നും വാജ്പേയി നിലപാടെടുത്തു. ഒരേ സമയം വാജ്പേയിയായും അദ്വാനിയുമായും വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവാണ് നരേന്ദ്രമോദി. ആ അർത്ഥത്തിൽ ഈ രണ്ടുപേരുടെയും പിന്തുണയോടുകൂടിയാണ് കേശുഭായ് പട്ടേലിനെ മാറ്റിയിട്ട് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിട്ട് നരേന്ദ്രമോദി പോകുന്നത്. നിങ്ങൾ പഴയ യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം വാജ്പേയിയുടെ വീട്ടിൽ പോയി നിന്നുകൊണ്ട് ഹോളി കളിക്കുന്ന നരേന്ദ്രമോദിയെ. വളരെ രസകരമായൊരു നൃത്തം അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ പറയുന്ന ബാബറി യാത്ര, അയോധ്യ യാത്രയിൽ മുഖ്യ സംഘാടകനായിരുന്നു
നരേന്ദ്രമോദി തീവണ്ടിയിൽ ഒരു ചിത്രം ഉണ്ടല്ലോ, ഉണ്ട് ഇവർക്ക് രണ്ടുപേരും നിൽക്കുന്ന ചിത്രമുണ്ട്. മാത്രമല്ല ഒ രാജഗോപാലിനോട് പറഞ്ഞിട്ടുണ്ട് ഈ കേരളത്തിലൊക്കെ വരുമ്പം യാത്ര വരുമ്പം പിന്നെ അങ്ങനെയാണ് ഒ രാജഗോപാലും നരേന്ദ്രമോദിയായിട്ട് അടുക്കുന്നത്. അപ്പം അത്ര വലിയ സംഘാടകനായിരുന്നു. അപ്പോൾ ഒരേ സമയം രണ്ടുപേർക്കും പ്രിയപ്പെട്ട ആളായിരുന്നു. ആ അർത്ഥത്തിലാണ് നരേന്ദ്രമോദിയെ പ്ലേസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഗുജറാത്ത് പ്രശ്നമുണ്ടാകുമ്പോൾ വാജ്പേയി ഉറച്ച നിലപാടെടുക്കുന്നതെന്ന് മാത്രവുമല്ല, അതിനെ അദ്വാനി എതിർത്തു എന്ന് മാത്രമല്ല, അന്ന് കെ ആർ നാരായണൻ രാഷ്ട്രപതിയാണ്. കെ ആർ നാരായണൻ ആവശ്യപ്പെടുന്നുണ്ട് പട്ടാളത്തെ വിടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഒരു ഡോക്യുമെൻ്റാണ് കേട്ടോ. പട്ടാളത്തെ വിടാനും തയ്യാറാവുന്നില്ല. അപ്പം മന്ത്രിസഭയിൽ പരിപൂർണമായും ഒറ്റപ്പെടുകയാണ് വാജ്പേയി. ഈ ജസ്വന്ത് സിംഗിൻ്റെ ഒരു വെളിപ്പെടുത്തലുണ്ട്. വാജ്പേയി രാജിവെക്കാൻ തീരുമാനിക്കുന്നു പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തീരുമാനിക്കുമ്പോൾ അത് ജസ്വന്ത് സിംഗിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ജസ്വന്ത് സിംഗ് ഉടനെ പ്രമോദ് മഹാജനെ വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് ഇവർ രണ്ടും കൂടി പെർസ്യൂ ചെയ്തിട്ടാണ് ഇയാളെ തിരിച്ചു നിർത്തുന്നത്, വാജ്പേയി തിരിച്ചു നിർത്തുന്നത്. അപ്പോൾ 2004 പക്ഷേ 2002 ഉപപ്രധാനമന്ത്രിയാകുന്നുണ്ട്. അപ്പോൾ ഉപപ്രധാനമന്ത്രിയാകുന്നത് എങ്ങനെയാണെന്നറിയോ അദ്വാനി PTIയുടെ ചീഫിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് പാർട്ടിയിൽ ഇങ്ങനെ ഒരു ആലോചന നടക്കുന്നുണ്ട്, അപ്പം ഞാൻ ഉപപ്രധാനമന്ത്രിയാകും എന്ന് പറയുന്നുണ്ട്. അത് വാജ്പേയി വിദേശയാത്ര നടത്തുന്ന സന്ദർഭത്തിലാണ്. അപ്പോൾ PTI അടിച്ചാൽ എന്താ പ്രശ്നം വരിക? PTI ഏജൻസി അല്ലേ, രാജ്യത്തെ എല്ലാ പത്രങ്ങളും ഓടിക്കും ഇങ്ങനൊരു വളരെ സീരിയസ് ആയ ചർച്ച നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ വാജ്പേയി ആ സമയത്ത് വന്ന കമൻറ്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വാജ്പേയി തിരിച്ചു വരുമ്പോൾ മാധ്യമപ്രവർത്തകരെല്ലാം ചോദിക്കുകയാണ് ഇങ്ങനെ അദ്വാനി ഉപപ്രധാനമന്ത്രിയാക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ വാജ്പേയിയുടെ ഒരു കമൻറ്റ് ഉണ്ട്, അദ്വാനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ ഈ രീതിയിൽ അധികാരത്തിനോട് എങ്ങനെയും പിടിച്ച് നിൽക്കാം, അടുത്തടുത്ത് വരണമെന്നും വലിയ ആഗ്രഹങ്ങളുണ്ടായിരുന്ന ആളാണ് അദ്വാനി. 2002 ഉപപ്രധാനമന്ത്രിയാവുന്നു. 2004 അല്ലെങ്കിൽ 2009 ഒക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നും വിശ്വസിച്ചിരുന്ന ഒരാളാണ്. എന്തിനേറെ പറയുന്നു, 2014 ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് അദ്വാനി. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അവിടെയാണ് നരേന്ദ്രമോദിയും അദ്വാനിയും തമ്മിൽ തെറ്റുന്നത്. അതിന് BJPക്കാർ അകത്തിട്ടുന്നൊരു, എനിക്ക് തോന്നുന്നു അരുൺ ജെയ്റ്റ്ലിയാണ് ആ പേരിട്ടെന്ന് തോന്നുന്നു, ഒരു 260 ക്ലബ് എന്നൊരു കളി ഉണ്ടായിരുന്നു. അതായത് ഷോർട്ട് ഓഫ് മെജോറിറ്റി വരും. അപ്പോഴും വിചാരിക്കുന്നില്ല 275 കടക്കുമെന്ന് വിചാരിക്കില്ല. അദ്വാനി പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു കേവല ഭൂരിപക്ഷം കിട്ടുന്ന സർക്കാർ ഇന്ത്യയിൽ അടുത്ത ഒരു 3-4 പതിറ്റാണ്ട് കാലത്ത് ഉണ്ടാവില്ല എന്ന് പറയുന്നു. എന്നിട്ട് അന്ന് മോഡിയുടെ ഗ്രൂപ്പിൽ ഈ അരുൺ ജെയ്റ്റ്ലിയൊക്കെ നിൽക്കുമ്പം അവരിട്ട പേരാണ് ഈ 260 ക്ലബ്. അതായത് ഇവരുടെ ഒരു കാൽക്കുലേഷൻ, അദ്വാനിയുടെ ഒരു കാൽക്കുലേഷൻ, ഒരു 260 വന്ന് നിൽക്കും നമ്മൾ. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ പിന്നെ പ്രധാനമന്ത്രി ഞാനാണ്. കാരണം പിന്നെ മോഡി അംഗീകരിക്കത്തില്ല. ഇപ്പോൾ അന്ന് 98 മോഡിയെ വാജ്പേയി പ്രധാനമന്ത്രിയാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ കോയിലേഷൻ പാർട്ട്നേഴ്സ് വാജ്പേയി അംഗീകരിക്കുകയുള്ളൂ, അദ്വാനി അംഗീകരിക്കത്തില്ല. കാരണം ബാബറി മസ്ജിദ് തകർക്കുന്ന യാത്ര നടത്തിയ ആളാണ്. അപ്പോൾ വാജ്പേയി ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് ആയിട്ട് അവിടെ വരികയാണ്. അതേപോലെ തന്നെ ഇനിയൊരു ഘട്ടം വരികയാണെങ്കിൽ വെൻ കമ്പയറിംഗ് വിത്ത് മോദി, അദ്വാനി ഹാർഡ് ലൈനർ അല്ല, അത്രയും ഹാർഡ് ലൈനർ അല്ല. അയോധ്യക്കാർ കുഴപ്പമാണ് അഹമ്മദാബാദ് എന്നൊരു ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്വാനി വരിക്കുന്നു. അങ്ങനെ ഇതിനെ ടോർപ്പിഡോ ചെയ്യാൻ, അതായത് തൻ്റെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള യാത്രയെ ടോർപ്പിഡോ ചെയ്യാൻ ശ്രമിച്ച ഒരാളാണ് LK അദ്വാനി എന്ന് ഒരു ബോധ്യത്തിലേക്ക് നരേന്ദ്രമോദി വരുന്നു. അവിടുന്നാണ് ഇവർ ഈ തെറ്റുന്നത്. പിന്നെ നരേന്ദ്രമോദി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പരമാവധി സൈഡ് ലൈൻ ചെയ്യാന്നുള്ളതാണ്. ചില വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, ഈ മോഡി ഇങ്ങനെ വന്നിട്ട് നരേന്ദ്രമോദി തൊഴുമ്പം നരേന്ദ്രമോദി നോക്കാതിരിക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. അത്ര വളരെ വളരെ മോശമായ പെരുമാറ്റമായിരുന്നു ആ അർത്ഥത്തിലൊക്കെയുള്ളത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് മാർഗദർശൻ മണ്ഡലിലേക്ക് മാറ്റുന്നു. പിന്നെ നേരത്തെ നികേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പക്ഷേ രാഷ്ട്രപതി ആക്കാമായിരുന്നു. അവിടെയും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. അവിടെ ഒന്നും തനിക്ക് താഴെയുള്ള ആളുകൾ മതി എല്ലാ സ്ഥലങ്ങളിലും. ആ രീതിയിലാണ് നരേന്ദ്രമോദി അത് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പം ഈ പറയുന്ന ഏതാണ്ട് ഒരു ഗുരുദക്ഷിണ സ്വഭാവത്തിൽ തന്നെയുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ പറയുന്ന ഭാരതരത്ന ഇപ്പോൾ കൊടുക്കുന്നു എന്നുള്ളത്. ആ പാർട്ടിയെ സംബന്ധിച്ചും ആ പാർട്ടിക്ക് ഒരു അടിത്തറ പാകി ആ പാർട്ടിയെ അധികാരത്തിലെത്തിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ച ആളെന്നുള്ളതായിരിക്കും ആ പാർട്ടിക്ക് അദ്വാനി അംഗീകരിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ അദ്വാനിക്ക് ആ പാർട്ടിയുടെ ഒരു സംഭാവനയായി, ഒരു ഗുരുദക്ഷിണയായി, നരേന്ദ്രമോദിയുടെ ഒരു ഭാരതരത്നയെ വിലയിരുത്താം. ഭാരതരത്ന അർഹിക്കുന്ന ഒരാളാണോ എന്നുള്ളത് മറ്റൊരു രാഷ്ട്രീയ വിഷയമാണ്. അതിപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞില്ല. അദ്വാനിയുടെ ഭാഗത്തുണ്ട ഒരു കൗതുകരമായ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ മുഹമ്മദ് അലി ജിന്നയെ മതേതരവാദി എന്ന് വിളിച്ചു. അതിന്റെ പേരിൽ വലിയ വിവാദമുണ്ടായി, രാജിവെക്കേണ്ടി വന്നു. രാജി പിൻവലിച്ചു. പക്ഷെ അപ്പോഴും ആ നിലപാട് മാറ്റിയിട്ടില്ല. അത് പക്ഷേ അദ്വാനി പറഞ്ഞെന്തറിയാം, അദ്വാനിക്ക് ഒരു പ്രസംഗം എഴുതി കൊടുത്തത്, അദ്ദേഹത്തിൻ്റെ പേര് കർണാടകക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ആ എഴുതി കൊടുത്ത ആൾ RS തന്നെ കേട്ടോ. പക്ഷേ അവിടെ പോയിട്ട് ഈ മതേതര വാദിയായിരുന്നു ജിന്ന എന്ന് പറയുന്നതിനകത്ത് എനിക്ക് ഉത്തരവാദിത്തമില്ലെന്നും അതെൻ്റെ സെക്രട്ടറി എഴുതി തന്ന സ്പീച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് ആദ്യം അതിനകത്ത് തടിപ്പാനൊക്കെ. അതുപോലെ വാജ്പേയി ഞാൻ പരിപൂർണ്ണ സംഖ്യയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞാനൊരു RSS പ്രവർത്തകനാണ് എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളപ്പോൾ പോലും ഈ പറയുന്ന ഇതിപ്പം അതാ ഞാൻ പറഞ്ഞത്, ഈ അദ്വാനി ഒരു ഭാരതരത്ന കിട്ടേണ്ട ആളാണോ എന്നുള്ളത് മറ്റൊരു രാഷ്ട്രീയ ചർച്ചയാണ്, വേറൊരു വിഷയമാണത്. പക്ഷേ BJP ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനെ നരേന്ദ്രമോദി അംഗീകരിക്കുന്നു. നമ്മൾ നാലുപേരുടെയും പൊതുവായിട്ടുള്ള ആശയം ഒന്ന് തന്നെയാണ്, വ്യത്യസ്ത രീതിയിലാണ് സമീപിച്ചിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് നിലപാട് ഭാരതരത്നയെ രാഷ്ട്രീയമായി ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിനകത്ത് എനിക്ക് ചെറിയൊരു വിയോജിപ്പുള്ളൊരു ഒരു മേഖലയുണ്ട്. അതായത് ഈ വാജ്പേയിയും അദ്വാനിയും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങൽ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 84 2 സീറ്റായി, പിന്നീട് കൂടുതൽ സീറ്റ് വന്നു. അപ്പോൾ 1984 ശേഷം LK അദ്വാനി ആണ് BJP എന്ന് പറയുന്നത്. അതെ,
84 ശേഷം പിന്നീട് 2013 വരെ ബി ജെ പിയിലെ എൽ കെ അദ്വാനി എന്ന് പറയുന്ന നേതാവിൻ്റെ മാത്രം ശബ്ദമായിരുന്നു നമ്മൾ പല പ്രസിഡന്റുമാരും പിന്നീട് ബി ജെ പിക്ക് ഉണ്ടായെങ്കിൽ തന്നെയും എൽ കെ അദ്വാനി ആയിരുന്നു അതിൽ അപ്രമാദിത്വം പുലർത്തിയിരുന്നത്. കൃത്യമായ രീതിയിൽ എൽ കെ അദ്വാനിക്ക് വേണമെങ്കിൽ ഞാനാണ് പ്രധാനമന്ത്രിയാകുന്നത് എന്ന് തീരുമാനിക്കാനാകുമായിരുന്നു. ശരിയാണ്, ഇതൊരു മുക്കോട്ടയാണ്. ഗോവിന്ദാചാര്യ പറയുന്നത് പോലെ വാജ്പേയി ഒരു മുക്കോട്ടയാണ്. ആ മുക്കോട്ടയെ മുൻനിർത്തി തന്നെയാണ് ബി ജെ പി മുന്നോട്ട് പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് കോളീഷൻ പൊളിറ്റിക്സിൽ മാത്രമേ ഇനിയിപ്പോൾ ഒരു പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ കഴിയുള്ളൂ എന്ന് അദ്വാനി തന്നെ വിശ്വസിക്കുകയും അദ്വാനി അത് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അദ്വാനി തന്നെയാണ് വാജ്പേയിയെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ അദ്വാനി തന്നെയാണ് പറയുന്നത് ഞാനല്ല പ്രധാനമന്ത്രിയാകാൻ പോകുന്നത്, വാജ്പേയിയാണ് പ്രധാനമന്ത്രി. അത് വാജ്പേയിക്ക് പോലും ഞെട്ടലുണ്ടാക്കിയെന്ന് വാജ്പേയി തന്നെ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്വാനി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പോൾ വാജ്പേയി പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സാധാരണഗതിയിൽ കാണുന്ന പോലെ ഡീത്രോൺ ചെയ്യാമായിരുന്നു വാജ്പേയിയെ. പക്ഷേ അദ്വാനി അതിന് തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, അദ്വാനി എന്ത് ചെയ്തു, പിൽക്കാലത്ത് ഈ പറയുന്ന ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, എനിക്ക് തോന്നുന്നു എക്കണോമിക് ടൈംസാണ് അത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഡൽഹിയിലുള്ള കാലത്താണ്. അന്നൊരു മലയാളി ജേർണലിസ്റ്റ് തന്നെയാണ് എക്കണോമിക് ടൈംസിൽ അത് അരുൺ ജെയ്റ്റ്ലിയുടെ ഒരു സംഭാവനയായിട്ടാണ് ഞാൻ ഈയിടെ രാജ്ദീപ് സർദേശായിയോട് ചോദിച്ചത്. അത് സോഴ്സ് കൃത്യമാണല്ലോ, അരുൺ ജെയ്റ്റ്ലിയാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ അദ്വാനി എന്ന് പറയുന്ന ആളാണ് യഥാർത്ഥത്തിൽ ബി ജെ പി. വാജ്പേയി ഗോവിന്ദാചാര്യ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വെറും മുഖം മൂടി മാത്രമായിരുന്നു, ആ മാസ്കിനെ മുൻനിർത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അദ്വാനി യഥാർത്ഥത്തിൽ ഒരവസരം നഷ്ടപ്പെടുത്തിയിട്ടുള്ള ആളാണ്. ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക് ചിലപ്പോൾ അത് കാലം കരുതി വെച്ചതായിരിക്കും അദ്വാനിക്ക്. അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞില്ല, പിന്നീട് നേരത്തെ പ്രസിഡന്റ് ആകാനും പറ്റില്ല. പ്രസിഡന്റ് ആകാൻ പറ്റാത്തതിലും ഉണ്ണി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. തന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരാളെ നരേന്ദ്രമോദി പ്രസിഡന്റ് ആക്കില്ല. ഇവിടെ ഒരു ഏകാധിപത്യ പ്രസിഡൻഷ്യൽ രീതിയാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഈ ദളിതനായിട്ടുള്ള കോവിന്ദോ അല്ലെങ്കിൽ ആദിവാസിയായിട്ടുള്ള മുർമോ അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. അവർ ശേഷിയുണ്ട്, പക്ഷെ അവർക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ നരേന്ദ്രമോദി അവരെ, കാരണം അവരോടൊപ്പം നരേന്ദ്രമോദിയുടെ തോളൊപ്പം ഇപ്പോൾ എൽ കെ അദ്വാനി എന്ന് പറയുന്ന ഒരു നേതാവ് ഗുരുനാഥനാണ്. അദ്ദേഹത്തെ പിടിച്ചാക്കി കഴിഞ്ഞാൽ എൽ കെ അദ്വാനി പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. വേറൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയാവസ്ഥ സൃഷ്ടിക്കാൻ ഒരുപക്ഷെ പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന ഒരാൾക്ക് സാധിച്ചേക്കും. ഇവർക്കത് സാധിക്കില്ല. ഇവർ പൊളിറ്റിക്സിൽ നരേന്ദ്രമോദിയുടെ എത്രയോ താഴെ നിലയിൽ നിൽക്കുന്ന ആളാണ്. ആ നിലയിലുള്ള ആളുകളെ കണ്ടു. അപ്പോൾ അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത രീതിയിലാണ് യഥാർത്ഥത്തിൽ നരേന്ദ്ര. എനിക്കൊരു കാര്യം കൂടി പറയാം. അതായത് ഇതിനകത്തൊരു വിയോജിപ്പ് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഈ 1999 98 വാജ്പേയി അധികാരത്തിൽ വരുന്നത് 22 24 പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ്. അങ്ങനെയാണ് NDA ഫോം ചെയ്യപ്പെടുന്നത്. അന്ന് ജയലളിതയുടെ ആവശ്യം വാജ്പേയി പ്രധാനമന്ത്രിയാണെന്നാണ്. മമതാ ബാനർജിയുടെ ആവശ്യം വാജ്പേയി പ്രധാനമന്ത്രി. ചന്ദ്രബാബു നായിഡുവിൻ്റെ ആവശ്യം വാജ്പേയി പ്രധാനമന്ത്രിയാണെന്നാണ്. സമതാ പാർട്ടിയുടെ ആവശ്യം, ജോർജ് ഫെർണാണ്ടസ് NDA കൺവീനറാണ്, ആവശ്യം വാജ്പേയി പ്രധാനമന്ത്രിയാണെന്നാണ്. ഇത് ശരിയാണ്. ബി ജെ പി എന്ന പാർട്ടിക്കകത്ത് അദ്വാനിയാണ് ലാസ്റ്റ് വേർഡ്. ബി ജെ പിയിൽ ഒരു കാര്യവും വാജ്പേയിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ബി ജെ പി ഒന്നും വാജ്പേയി പറയുന്ന ഒരു കാര്യവും കേട്ടിട്ടില്ല. ബി ജെ പിക്ക് എല്ലാ സമയത്തും എല്ലായിടത്തും കൊണ്ടുപോയി നിർത്തി പ്രസംഗിപ്പിക്കാൻ കഴിയുന്ന സുന്ദരമായൊരു ഫേസും നല്ല പ്രഭാഷകനുമായിരുന്നു വാജ്പേയിക്ക് പാർട്ടിയിലൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അന്ന് അദ്വാനിയുടെ കയ്യാളുകളായിരുന്ന ഗോവിന്ദാചാര്യ അടക്കമുള്ള ആളുകൾ ഇത് ഒരു മാസ്ക് മാത്രമാണ് വാജ്പേയി എന്ന് പറയുന്നത്. പക്ഷേ അദ്വാനിക്ക് ഒരിക്കൽ പോലും ഇദ്ദേഹത്തെ ഡീത്രോൺ ചെയ്യാനോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായി അവർക്ക് ഭൂരിപക്ഷം ഇല്ലാത്തടത്തോളം കഴിയുമായിരുന്നില്ല. ഇനി അദ്വാനി വാജ്പേയിയുമായിട്ട് സ്വാഭാവികമായും അദ്വാനിയെ കൊണ്ട് പ്രപ്പോസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയുടെ രീതിയാണ്. അത് പാർട്ടിക്കും കൊടുക്കുന്ന ഒരു മെസ്സേജ്, രാജ്യത്തിനും കൊടുക്കുന്ന ഒരു മെസ്സേജ്, ഞങ്ങളുടെ പ്രധാനമന്ത്രി ഇന്നയാളാണെന്ന് അദ്വാനി പറയുകയും ചെയ്യുന്നു. പക്ഷേ എല്ലാ ഘട്ടങ്ങളിലും അദ്വാനി തന്നെയാണ് അതിൻ്റെ കടിഞ്ഞാൻ പിടിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്വാനി തന്നെയാണ്. ഇപ്പം നോക്കൂ, എല്ലാ പ്രസിഡന്റുമാരെയും അദ്വാനി തീരുമാനിക്കും. വാജ്പേയിക്ക് ഒരു സേവ് ഉണ്ടായിരുന്നില്ല. ഇപ്പം വെങ്കയ്യ നായിഡു പ്രസിഡന്റ് ആകുന്നത്, പാർട്ടിയുടെ പ്രസിഡന്റ് ആകുന്നത് അദ്വാനി തീരുമാനിക്കുമ്പോഴാണ്. ജനാകൃഷ്ണമൂർത്തി പാർട്ടി പ്രസിഡന്റ് ആകുന്നത് അദ്വാനി തീരുമാനിക്കുമ്പോഴാണ്. കുശഭാവ് റാവു താക്കറെ പ്രസിഡന്റ് ആകുന്നത് അദ്വാനി തീരുമാനിക്കുമ്പോഴാണ്. ബംഗാരു ലക്ഷ്മണന്റെ കാര്യത്തിൽ അക്കാലത്ത് ഒരു ദളിത് മുഖത്തെ കൊണ്ടുവരിക എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നുണ്ട്. അതേപോലെ വാജ്പേയിയും അദ്വാനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഉമാഭാരതി വീക്കിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്, ദേ ആർ ഡെഡ്ലി അഗെയിൻസ്റ്റ് ഈച്ച് അതർ എന്നാണ്. ഉമാഭാരതിയുടെ വീക്കിന് കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂവിലാണ്. അതായത് ക്യാബിനറ്റൊക്കെ കൂടുമ്പോൾ അദ്വാനി ഡിക്റ്റേറ്റ് ചെയ്യുക. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ആദ്യമായിട്ട് ബീഹാർ സർക്കാരിനെ പിരിച്ചുവിട്ടു 2000. റാബ്രി ദേവി മുഖ്യമന്ത്രി ആയിരിക്കുമ്പം ബീഹാർ സർക്കാരിനെ പിരിച്ചുവിടാനുള്ള തീരുമാനം എടുക്കുന്ന ആരാണെന്നറിയാമോ?
അദ്വാനി ചെയർ ചെയ്യുന്ന ക്യാബിനറ്റ് അന്ന് വാജ്പേയി ജർമ്മനിയിൽ പോയിരിക്കുക. വാജ്പേയി തിരിച്ചു വരുമ്പോൾ ഈ സംഭവം അപ്പോഴത്തേക്കും വിട്ടു കഴിഞ്ഞു. എവിടെ? കെ ആർ നാരായണൻ്റെ കയ്യിലേക്ക്. വാജ്പേയി തിരിച്ചു വരുമ്പോൾ എന്താ വെച്ചാൽ കെ ആർ നാരായണൻ ഇത് മടക്കി അയച്ചു. വാജ്പേയി പറഞ്ഞത് നീ തിരിച്ചയക്കേണ്ടെന്നാണ് പറഞ്ഞത്. തിരിച്ചയച്ചിരുന്നുവെങ്കിൽ നിശ്ചയമായും പിരിച്ചുവിടേണ്ടി വരും. പക്ഷേ എന്താ തീരുമാനം? ലാലു പ്രസാദ് യാദവ് അറസ്റ്റ് ചെയ്തത് രഥയാത്രയ്ക്കിടയിൽ. ആ സ്കോർ സെറ്റിൽ ചെയ്തു. അതെങ്ങനെയാണ് സെറ്റിൽ ചെയ്യാൻ തീരുമാനിക്കുന്നത്? അപ്പോൾ ഈ രീതിയിൽ ക്യാബിനറ്റിലാണെങ്കിലും പാർട്ടിയിലാണെങ്കിലും അതിശക്തനായിരുന്നു അദ്വാനി എന്ന കാര്യത്തിൽ സംശയമില്ല. വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമായിരുന്നില്ല അദ്വാനി പ്രധാനമന്ത്രി. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ആ കാലഘട്ടത്തിൽ BJP ആഗ്രഹിക്കാൻ പോലും കഴിയില്ലായിരുന്നു. പക്ഷേ അതിനോടാണ് ഞാൻ വിയോജിക്കുന്നത്. അതായത് ആദ്യം ഈ പറയുന്ന മുഖം മൂടിയെ BJPക്ക് മുൻനിർത്തേണ്ടി വന്നിരുന്നു. ഒന്നാമത്തെ തവണ പ്രധാനമന്ത്രി, രണ്ടാമത്തെ തവണ പ്രധാനമന്ത്രി ആകുമ്പോഴും സ്വാഭാവികമായും വാജ്പേയിയെ തന്നെ മുൻനിർത്തണം. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം, നമ്മളൊക്കെ അവിടെയുള്ള സമയമാണ്, അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ജോർജ് ഫെർണാണ്ടസ് ആയിക്കോട്ടെ, എല്ലാ ഘടകകക്ഷികളും ആയിക്കോട്ടെ, LK അദ്വാനിയിലൂടെയാണ് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് വാജ്പേയിയെ മാറ്റി LK അദ്വാനിക്ക് പ്രധാനമന്ത്രിയാകാൻ ആ കാലഘട്ടത്തിൽ കഴിയുമായിരുന്നില്ല എന്ന വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല. രണ്ടാമത് നേരത്തെ ഉണ്ണി പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്, ഒരുപക്ഷെ ഉപപ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ആണെങ്കിൽ തന്നെയും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് യഥാർത്ഥത്തിൽ അദ്വാനിയായിരുന്നു. ഇപ്പോൾ ആഗ്ര ഉച്ചകോടി പൊളിച്ച് കൈ കൊടുത്തിട്ടുള്ളത് മുഷാറഫിനെ, രായ്ക്ക് രാമാനം ഇസ്ലാമാബാദിലേക്ക് പാക്ക് ചെയ്തിട്ടുള്ളത് അദ്വാനിയാണ്. അന്ന് ഇന്ത്യയിൽ ഒരു വാർത്താ സമ്മേളനം നടത്താൻ പോലും മുഷാറഫിനെ അനുവദിച്ചില്ല. അന്നേരമാണ് ഇന്ത്യയിലെ ജേർണലിസ്റ്റുകൾക്ക് ഇസ്ലാമാബാദിലേക്ക് വീസ കൊടുത്ത്, ഞാൻ അതിനകത്ത് അവസാനം കയറിയ ആളാണ്, ആ വിമാനത്തിൽ അവസാനം കയറിപ്പോയ ആളാണ് ഇസ്ലാമാബാദിലേക്ക്. അപ്പോൾ അദ്വാനിയുടെ ടേംസിൽ മാത്രമേ രാജ്യം BJP ഭരിച്ചിട്ടുള്ളൂ. അപ്പോൾ അദ്വാനി അംഗീകരിച്ചു എന്നതായിരുന്നു ചോദ്യം. yes in the 4, no in the 0. Meet the editors.